നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വെബ്സൈറ്റ്സ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, ഒരു വേൾഡ് മാപ്പിൽ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. ഇതെന്ന് പറഞ്ഞാൽ വേൾഡ് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേൾഡിൽ എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ സൈബർ അറ്റാക്കിങ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൈബർ ഇൻ്റലിജൻസ് ഗ്രൂപ്പായ നോർഡ്സിൻ്റെ ആണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് 100% ട്രൂ ആണ്. പക്ഷേ ഇതൊന്നും സക്സസ് ആവുന്നില്ല, ഇതെല്ലാം ഫെയിലായി പോവാണ്. സൈബർ അറ്റാക്കിങ് നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും സക്സസ് ആവുന്നില്ല. നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന യൂണിറ്റ് കാണിക്കുന്നുണ്ട്, അറ്റാക്കിങ് മേഖലകൾ ഏതൊക്കെ കൺട്രീസ് ആണെന്ന് കാണിക്കുന്നുണ്ട്, അറ്റാക്ക് ചെയ്യപ്പെടുന്ന കൺട്രീസ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ താഴെ ഒന്ന് തൊട്ടാൽ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. അവരുടെ പേജ് കൂടുതൽ ഇൻഫോർമേഷൻസിനായിട്ട് പേജ് ഓപ്പൺ ആയി വരും. നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ ടൈം വിസിബിലിറ്റി ഇൻറ്റു ഗ്ലോബൽ സൈബർ അറ്റാക്ക്. അപ്പോൾ ലാർജസ്റ്റ് കണ്ടോ, ഡെഡിക്കേറ്റഡ് ത്രെഡ് ഇൻ്റലിജൻസ് നെറ്റ്വർക്കാണ് നോട്ട്സ് എന്ന് പറയുന്നത്. അവരുടെയാണ് ഈ വെബ്സൈറ്റ് എന്നുള്ളത്. അടുത്ത വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് ഈ പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു വെബ്സൈറ്റാണ്. 24 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡിലുള്ള എല്ലാ പ്ലെയിൻസിനെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, എല്ലാ ഫ്ലൈറ്റ്സിനെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്, അപ്പോൾ അതാണ് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്. ഞാനിപ്പോൾ ഒരു ഫ്ലൈറ്റിനെ ടച്ച് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു ഫ്ലൈറ്റിനെ ടച്ച് ചെയ്യാണ്. തൊട്ടാൽ നമുക്ക് താഴെയായിട്ട് ആ ഫ്ലൈറ്റിൻ്റെ ഫുൾ ഇത് വരും. കൊളംബോയിൽ നിന്ന് ജഡ വരെയുള്ള ഒരു ഫ്ലൈറ്റാണ്. അത് എത്ര ദൂരത്തിലാണ്, എത്ര വേഗത്തിലാണ് പോണത്, എപ്പോൾ ഇവിടെ എത്തും, എപ്പോൾ അറൈവ് ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും. കണ്ടോ, നമുക്ക് എയർപോർട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എല്ലാ എയർപോർട്ടിൻ്റെയും ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. ഞാൻ വേറൊരു ഫ്ലൈറ്റിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് കാണിക്കാം. ആ ഫ്ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ വേറൊരു ഫ്ലൈറ്റിനെ ഒന്ന് തൊടാണ്. നമ്മുടെ കഴക്കൂടം ട്രിവാൻഡ്രത്തുനിന്ന് എങ്ങോട്ടോ ഒരു ഫ്ലൈറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. കണ്ടോ, ആ ഫ്ലൈറ്റ് നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ടേക്ക് ഓഫ് ആയിട്ട് ഏതോ സ്ഥലത്തോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലൈറ്റിനെ തൊട്ടു. കണ്ടോ, ഡൽഹിയിൽ നിന്ന് കൊച്ചിൻ വരെയുള്ള ഒരു ഫ്ലൈറ്റാണത്. അറൈവിങ് 14 മിനിറ്റിനകം നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വന്നെത്തും. ഗ്രൗണ്ട് സ്പീഡ് നമുക്കറിയാൻ പറ്റും. പിന്നെ വേറെ ഒന്നെടുത്താൽ ദുബായിൽ നിന്ന് കൊച്ചിയിലോട്ട് വരുന്ന ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഊബറിനെ ട്രാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫ്ലൈറ്റിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അൽഗോരിതമിയ. അപ്പോൾ പറയാൻ കുറച്ച് പാടാണ്. എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിനെയൊക്കെ കളറൈസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ URL വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ് എൻ്റെ ഫോണിൽ നിന്ന്. ഞാൻ ചാർലി ചാപ്ലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഫുൾ കളറൈസ് ചെയ്യത്തില്ല, എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിനെ നമുക്കൊന്ന് കണ്ടാൽ കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പണ്ടത്തെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മൂമ്മയുടെയോ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കളറൈസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു URL എടുത്ത് പേസ്റ്റ് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറൈസ് ആയിട്ടുണ്ട്, ചാർലി ചാപ്ലിൻ്റെ. കണ്ടോ, അപ്പോൾ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഡൗൺലോഡ് കളറൈസ്ഡ് ഇമേജ് എന്ന് വന്നിട്ടുണ്ട്. ആ കളറൈസ്ഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഡൗൺലോഡ് ആവാൻ തുടങ്ങും. കുറച്ച് നേരം എടുക്കും. അത് ഓരോ ഫോട്ടോയുടെ ക്ലാരിറ്റി പോലെയൊക്കെ ഇരിക്കും. ഇപ്പോൾ ആ ഫോട്ടോ കളറൈസ്ഡ് ആയിട്ടുണ്ട്. കണ്ടോ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ ഒരു നല്ല രീതിയിലൊന്ന് ആക്കിയിട്ടുണ്ട്.
ഫുൾ കളറല്ല, നല്ല എല്ലാ കളറും ഇല്ല, എന്നാലും നമ്മുടെ ആ ഫോട്ടോയേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണിത്. അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഈ വീഡിയോ തീർന്നിട്ടില്ല. നിങ്ങളെ ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ലാസ്റ്റ് ഈ വെബ്സൈറ്റ് കൊടുത്തത്. സ്ട്രോബ് ഇല്യൂഷൻ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വരത്തില്ല, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ലിങ്കാണ് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രഗ്സോ ഒന്നുമില്ലാതെ നമ്മളെ ഹാലൂസിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ലോ ക്വാളിറ്റിയിലാണെങ്കിൽ ഒന്ന് ഹൈ ക്വാളിറ്റിയിലേക്ക് ആക്കുക, പിന്നെ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷനിലും കണക്ട് ചെയ്യുക. ഞാനൊരു ഡെമോ കാണിക്കാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം തീരുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഡെമോയിലേക്ക് കിടക്കാം. ജസ്റ്റ് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഈ വീഡിയോയുടെ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക.